ഇന്ന് കേരളത്തിലെ മാപ്രകൾക്കൊക്കെ ഏറ്റവും കൂടുതൽ കടിച്ചു കീറാൻ പറ്റിയ ഒരു എല്ലും കഷ്ണമായിട്ട് മാറിയ ഒരു ചെറുപ്പക്കാരനാണ് വേടൻ. കാരണം വേടനെ അവർക്ക് കിട്ടി, അവർ കൃത്യമായിട്ടത് 3 നേരം വിളമ്പി, 3 ദിവസമായിട്ട് അവർ വിളമ്പിക്കൊണ്ടിരിക്കുകയാണ്. കാരണം മാപ്രകൾക്ക് അങ്ങനെയാണ്, അവർക്ക് ഫാക്ട് ചെക്ക് ഒന്നുമില്ല. അവർക്ക് എന്തെങ്കിലും ഒരു ചെറിയൊരു അറ്റവും മൂറിയം കിട്ടിയാൽ മതി, അവരതിൻ്റെ മേളിൽ ഇങ്ങനെ കടന്ന് തിന്ന് അവരങ്ങ് കൊഴുക്കും. ഇനി നമ്മൾ വിഷയത്തിലോട്ട് വരാം. അപ്പം നമ്മൾ ഈ വേടൻ്റെ ഒരു വിഷയം വന്നപ്പോഴത്തേക്ക് കേരളത്തിലെ ജനങ്ങൾ പല തട്ടുകളിൽ പല രീതിയിൽ സംവാദങ്ങളും, ചില ആളുകൾ ഇവിടെ ന്യൂസ് ഇവിടെ അന്തിച്ചർച്ചകൾ, പല കാര്യങ്ങളും കേരളത്തിൽ നടക്കുന്നു. അപ്പം ഇതിൻ്റെ ഒരു ചെറിയ കാര്യം എന്ന് പറഞ്ഞാൽ വേടൻ റൂമിലിരുന്ന് സ്വകാര്യമായിട്ട് കഞ്ചാവ് അടിച്ചു, അത് പിടിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ അളിയൻ്റെ മാലയിലായി നോട്ടം. അപ്പം ഇതൊരു ചർച്ചാ വിഷയമായിട്ട് എടുത്തത് ഒരു 3-4 രീതിയിലോട്ട് ഈ സ്പ്ലിറ്റ് ചെയ്ത് ചർച്ച. അപ്പോൾ ഒന്നാമത്തെ ചർച്ചയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേടൻ്റെ പാട്ടുകളിലെ വരികളിലെ രാഷ്ട്രീയമാണ്. അപ്പം അതിനകത്ത് ഭരണകൂട ഭീകരതയാണ്. ഭയങ്കര രസമുണ്ട് കേൾക്കാനൊക്കെ. അപ്പോൾ അങ്ങനെ ഒരു ടീം ഒരു ധ്രുവത്തിൽ നിന്ന് വലിയ പ്രബുദ്ധർ വലിയ രീതിയിൽ സാഹിത്യം എഴുതാൻ തുടങ്ങി. കാരണം വേടൻ്റെ പാട്ടുകൾ വേടൻ പോലും ചിലപ്പം കരുതി കാണത്തില്ല ഇത്രയും ഞാൻ ഭരണകൂട ഭീകരതയ്ക്കെതിരെ പറയുകയാണ്. കേൾക്കുമ്പോൾ ആളുകൾക്കൊരു ഇമ്പ്രഷൻ തോന്നുന്ന രീതിയിലാണ് പുള്ളിക്കാരൻ പാട്ടൊക്കെ ചിട്ടപ്പെടുത്തിയേക്കുന്നത്. ചിലപ്പം പുള്ളിക്കാരനുണ്ടായ പാസ്റ്റ് എക്സ്പീരിയൻസ് ഒക്കെ എന്തെങ്കിലും ആയിരിക്കാം. കാരണം ഒരു കലാകാരനെ സംബന്ധിച്ച് ഇപ്പം മമ്മൂട്ടി പിച്ചക്കാരനായിട്ട് അഭിനയിക്കുന്നത്, കൊലപാതകമായിട്ട് അഭിനയിക്കുന്നത്, മമ്മൂട്ടി പിച്ചക്കാരനാണോ അല്ലെ മമ്മൂട്ടി കൊലപാതകയാണോ? അതിപ്പം മമ്മൂട്ടി പിച്ചക്കാരനായിട്ട് അഭിനയിക്കുന്ന കാണുമ്പോൾ പിച്ചക്കാർ തോറ്റു പോകുന്ന രീതിയിൽ എക്സ്പ്രഷനും മനസ്സിലായ ആ രീതിയിലൊക്കെ ഇട്ട് മമ്മൂട്ടി നല്ല അടിപൊളിയായിട്ട് അഭിനയിക്കുന്നു. മമ്മൂട്ടിയുടെ ചില പടങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ട് എൻ്റെ അമ്മ ഇതെന്തായി കാണിച്ചു വെച്ചേക്കുന്നത് എന്നുള്ള രീതിയിൽ നമുക്ക് തോന്നും. അപ്പോൾ അതുപോലെയാണ് മനസ്സിലായ. അപ്പോൾ പെണ്ണ് പിടിക്കുന്ന സീനുകളുണ്ട്, ഓരോരുത്തന്മാർ ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞാൽ സാധാരണ പെണ്ണ് പിടിക്കുന്നവന്മാരുടെ തൊലി നാണം കെട്ടി ചുരുങ്ങിപ്പോവും, ആ രീതിയിലൊക്കെ. അപ്പം ഇത് ഓരോ കലാകാരന്മാർക്ക് അവർക്ക് തോന്നുന്ന രീതിയിൽ അവർ സാധനം സെറ്റ് ചെയ്യും. അത് അവർ അങ്ങോട്ട് പ്രസൻറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്കിത് ഭയങ്കര എന്തോ ഒരു സംഭവമായിട്ട് തോന്നുകയും ചെയ്യും. പിന്നെ ഇപ്പോൾ നമ്മൾ പറഞ്ഞു വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ ഒരു ടീം ഭരണകൂട ഭീകരത എന്നുള്ള രീതിയിൽ വലിയ രീതിയിൽ ഭയങ്കര രീതിയിൽ കാര്യങ്ങളെ അവർ ആ രീതിയിലോട്ട്, കാരണം അവർ കുറച്ച് ഭൗതിക തലത്തിൽ ചിന്തിക്കുന്നവരായതുകൊണ്ട് ആ രീതിയിലാണ് അവർ കാര്യങ്ങൾ ഡീൽ ചെയ്തത്. പിന്നെ മറ്റൊരു കൂട്ടർ വിക്ടിം കാർഡ് ഇറക്കുന്ന ടീക്ക് ഉണ്ടല്ലോ, എന്ത് പറഞ്ഞാലും നമ്മൾ റേഷൻ കാർഡിൻ്റെ നിറം എടുത്ത് കാണിക്കും. ഞാൻ ഇന്ന റേഷൻ കടയിലാണ്, മനസ്സിലായ ഞാനില്ല ഇന്ന മറ്റേ ആളാണ് എന്നുള്ള രീതിയിൽ കുറേ ആൾക്കാരുണ്ട്. അതിൽ ആ ഒരു ടീം എടുത്തതെന്ന് വെച്ചാൽ ഞാൻ ദളിതനായതുകൊണ്ടാണ്, അത് വിക്ടിം കാർഡാണ്. എൻ്റെ നിറം കണ്ടില്ലേ, കറുപ്പാണ്, ഞാൻ ഗ്ലൂട്ടാത്തയോൺ കുറവായതുകൊണ്ട് മനസ്സിലായി, എൻ്റെ സ്കിൻ ടോൺ നോക്കി നിങ്ങൾ നല്ല കറുത്തിരിക്കുന്നു, അതാണ് നിങ്ങൾക്ക് ഇത്ര ചൊറിച്ചിൽ വരാൻ കാരണം എന്നുള്ള രീതിയിൽ ഒരു ടീം പുറത്തിറങ്ങിയിട്ടുണ്ട്. അത് പിന്നെ നമുക്ക് പറയാം, മനസ്സിലായ. പിന്നെ മറ്റൊരു ടീം നോക്കൂ, മോഹൻലാലിൻ്റെ കാര്യം. മോഹൻലാലിന് ആനക്കൊമ്പ് പിടിച്ച സമയത്ത് മോഹൻലാലിന് കിട്ടിയ ഒരു പ്രിവിലേജ്, മോഹൻലാലിനെ ഇങ്ങനെ തൂക്കിയെടുത്ത് ജീപ്പിലിട്ടാണ് കൊണ്ടുപോയത് അല്ല, പക്ഷേ ഞങ്ങളുടെ വേടൻ അങ്കിളിനെ പൊക്കിയെടുത്ത് അതിനകത്തിട്ട് കൊണ്ടുപോയി, നിങ്ങൾ 3-4 ദിവസം അവനെ ഒരു ടോർച്ചർ ചെയ്തു എന്നുള്ള രീതിയിലൊക്കെയാണ് ഒരു കൂട്ടർ. അപ്പം നമ്മളിവിടെ പറഞ്ഞു വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ചർച്ച നടത്തിക്കോ, നമ്മൾ കല എന്ന് പറഞ്ഞാൽ എന്തുവാ, അത് നമുക്ക് ആസ്വദിക്കാനുള്ളതാണ്. പക്ഷേ ഇവിടെ നമ്മുടെ കേരളത്തിലുള്ള രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് ആസ്വദിച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ ദൈവങ്ങളുടെ ഫോട്ടോ ഒക്കെ ഉണ്ടല്ലോ, ആ സ്ഥാനത്തോട്ടൊക്കെ കുറേ പേര് അവരവരെ ഇഷ്ടപ്പെട്ട ആൾക്കാരെ അങ്ങോട്ട് പ്രതിഷ്ഠിക്കാൻ തുടങ്ങും. ഏറ്റവും ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കലാകാരന്മാരെ നമുക്ക് സഹിക്കാം, പക്ഷേ ഈ ചില രാഷ്ട്രീയക്കാരെ എടുത്ത് ഇതിൻ്റെ മേളിലോട്ട് കയറ്റി വെക്കുന്ന കാണുമ്പോഴാണ് നമുക്ക് പൊളിഞ്ഞു വരുന്നത്. ഇവനൊക്കെ എങ്ങനെ കയറി ഇങ്ങോട്ട് മേളിൽ വരെ എത്തിയെന്ന് നമുക്കേ അറിയത്തുള്ളൂ. പക്ഷേ ഇവന്മാരെയൊക്കെ ആരാധിക്കുന്ന കുറേ അന്തൻ ടീംസും ഉണ്ട്. അപ്പോൾ നമ്മൾ അന്തം കമ്പികളെന്നൊക്കെ നമുക്ക് മറ്റേ കോമൺ ആയിട്ട് പറയാം. അപ്പം ഇതെന്നൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു വൈകൃതമാണ്. നമുക്ക് സ്വന്തമായിട്ട് സെൽഫ് റെസ്പെക്റ്റ് നഷ്ടപ്പെടുമ്പോഴാണ് നമ്മൾ ഇങ്ങനെയുള്ള വാണങ്ങളെല്ലാം കൂടി എടുത്ത് വെക്കുന്നത്. ഇനി പറഞ്ഞു വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വേടനായാലും ശരി, മാടനായാലും ശരി, കാടനായാലും ശരി, ഏത് മറ്റേ മോനായാലും ശരി, ഇന്ത്യയിലൊരു നിയമമുണ്ട്, ആ നിയമം ഫോളോ ചെയ്യണം. അപ്പോൾ ആ നിയമം അറിയത്തില്ലെങ്കിൽ ഇതേപോലെ നമ്മൾ ലോക്കാവുകയും പോവുകയും ചെയ്യും. ഇനി നിയമം ഫോളോ ചെയ്തില്ലെങ്കിൽ നമ്മൾ കൂട്ടിലായി പോവുകയും ചെയ്യും. അപ്പം നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, നമ്മുടെ മക്കൾ, ഒരു പുതിയ തലമുറ ഇത് കണ്ട് വരികയാണ്. അപ്പം ആ തലമുറയ്ക്ക് നമ്മളൊരു മെസ്സേജ് കൊടുക്കണം. കാരണം ഇങ്ങനെയുള്ളവരെ എല്ലാം ഫോളോ ചെയ്തിട്ട് അവന്മാർ തിന്നുന്നതും പെടുക്കുന്നതും കുടിക്കുന്നതും എല്ലാം ഫോളോ ചെയ്തോ, കുഴപ്പമില്ല. അവരെ കല നമ്മൾ ഇഷ്ടപ്പെടുക, കലയൊക്കെ നമ്മൾ പ്രശംസിക്കുക, അതിനെ ഇഷ്ടപ്പെടുക, അതിന് കൈയടിക്കുകയൊക്കെ ചെയ്തോ. പക്ഷേ നമ്മൾ ഇങ്ങനെയുള്ള വാണക്കുറ്റികളുടെ ഈ വ്യക്തി ജീവിതം കൂടി ഫോളോ ചെയ്യുമ്പോഴാണ് നമ്മൾ ഇതേപോലെ ചർച്ച ചെയ്യേണ്ടി വരുന്നത്, ഇതേപോലെ കാര്യങ്ങൾ നമ്മുടെ പ്രൈം ടൈമിലോട്ട് എടുത്തിടേണ്ടി വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു കാര്യത്തിലോട്ട് നമ്മുടെ യുവതലമുറ എത്തിക്കരുത്. അതിന് വേണ്ടത് ഈ പ്രബുദ്ധരുടെയൊക്കെ ഇതേപോലുള്ള മണ്ടത്തരങ്ങൾ ഒഴിവാക്കുക.